കേവലം 34 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് മണിപ്പൂർ. ആ മണിപ്പൂരിൽ മെയ് 7-ന് കുക്കികളും മെയ്ത്തികളും തമ്മിൽ ആരംഭിച്ച വംശീയ കലാപത്തിൽ 200-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ലോകത്തിലെ തന്നെ 3ാമത്തെ സൈനിക ശക്തിയായിട്ടും ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ബ്രിട്ടനെ മറികടന്ന് ഇന്ത്യ വളരുമ്പോഴും മണിപ്പൂരിനെ ശാന്തമാക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റാത്തത് എന്തുകൊണ്ടാണ്? 7 മാസത്തോളമായി കലാപം നടക്കുന്ന മണിപ്പൂരിൽ നിന്ന് ഹൃദയഭേദകങ്ങളായ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഒരു കൂട്ടം കലാപകാരികൾ നഗ്നരാക്കി 2 സ്ത്രീകളെ തെരുവിലൂടെ നടത്തിക്കുന്ന ദൃശ്യം ഈ ആധുനിക ഇന്ത്യയിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കാർവാർ ഷോപ്പിൽ ജോലിക്ക് നിന്നിരുന്ന കുക്കികളായ 2 പെൺകുട്ടികളെ കട ഉടമ തന്നെ ആൾക്കൂട്ടത്തിലേക്ക് ബലാത്സംഗം ചെയ്യാൻ ഇട്ടുകൊടുത്തുവെന്ന വാർത്ത നമ്മൾ കേട്ടു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് പോലീസുകാർ പോലും ചേരി തിരിഞ്ഞുകൊണ്ട് അക്രമികളെ സഹായിക്കുന്നു എന്ന വാർത്തയാണ്. അതിൽ തന്നെ നമ്മളെ ഞെട്ടിച്ച ഒന്നായിരുന്നു സഹായം ചോദിച്ചുകൊണ്ട് പോലീസുകാരുടെ അടുത്തേക്ക് ചെന്ന പെൺകുട്ടികളെ പോലീസ് വണ്ടിയിൽ കയറ്റി അക്രമികളുടെ അടുത്തേക്ക് അവരെ ഇറക്കി വിടുകയും അവരെ നിരന്തരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന വാർത്ത. ആസാം റൈഫിൾ ഫോഴ്സ് കുക്കികളെ സഹായിക്കാൻ നിന്നപ്പോൾ പോലീസ് മേത്തികളെ സഹായിച്ചു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണം ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ പ്രശസ്തിക്കുമേറ്റ വലിയ അടിയാണെന്നതിൽ സംശയമില്ല. ബലാത്സംഗങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും നാടായി മണിപ്പൂർ മാറിയത് എങ്ങനെയാണ്? മണിപ്പൂരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട്? മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പരാജയമോ? ഇത്തരം വിഷയങ്ങളാണ് വിശദമായി പരിശോധിക്കുന്നത്. കുക്കി ജനതയുടെ ഉത്ഭവം ചരിത്ര രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. കുക്കികളെ മേത്തി രാജകുടുംബങ്ങൾ അവരുടെ സംരക്ഷണത്തിനായി കൊണ്ടുവന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുക്കികൾക്കിടയിലെ വാമൊഴി പാരമ്പര്യങ്ങളും ഐതിഹ്യങ്ങളും സൂചിപ്പിക്കുന്നത് പ്രകാരം അവരുടെ പൂർവികർ ടിബറ്റിൽ നിന്നോ തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ നിന്നോ എത്തിയതാണ്. കാലക്രമേണ ഈ ആദ്യകാല കുക്കി ഗ്രൂപ്പുകൾ കൃഷിക്കായി മെച്ചപ്പെട്ട ഭൂമി തേടി വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറി. 16ാം നൂറ്റാണ്ടോടെയാണ് കുക്കികൾ മണിപ്പൂരിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയത്. പ്രദേശത്തെ കുന്നിൻ പ്രദേശങ്ങളും ഇടതൂർന്ന വനങ്ങളിലുമായിരുന്നു അവർ അധിവസിച്ചിരുന്നത്. മണിപ്പൂരിലെ കുക്കികൾ ഉൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളിലൊന്നാണ് കുക്കി കലാപം. 1910കളുടെ അവസാനത്തിലും 1920കളുടെ തുടക്കത്തിലും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം കാർഷികോൽപ്പന്നങ്ങൾക്കും കൃഷിക്കും പ്രത്യേക നികുതികളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയത് കുക്കികൾക്കിടയിൽ വ്യാപകമായ അതൃപ്തിക്ക് കാരണമായി. അത് പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ കുക്കികളുടെ സംഘടിതവും അസംഘടിതവുമായ ആക്രമണങ്ങളുടെ പരമ്പര തന്നെയുണ്ടായി. കടുത്ത നാശനഷ്ടമാണ് കുക്കി കലാപം കൊണ്ടുണ്ടായത്. 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം മണിപ്പൂർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. മറ്റ് തദ്ദേശീയ വിഭാഗങ്ങളെ പോലെ ആധുനിക ലോകവുമായി പൊരുത്തപ്പെടുമ്പോഴും കുക്കികൾ അവരുടെ തനത് സാംസ്കാരിക പൈതൃകവും സ്വത്വവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഭൂമി അഥവാ സാലേൻ ഗാം എന്ന് വിശേഷിപ്പിക്കുന്ന മാതൃരാജ്യം സ്ഥാപിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി 90കളിൽ ആയുധം കയ്യിലെടുത്തവരാണ് കുക്കികൾ. അവരുടെ പ്രവിശ്യയുടെ വലിയൊരു ഭാഗവും നാഗാലിഗുമായി, അതായത് ഗ്രേറ്റർ നാഗാലാൻഡ് എന്ന പേരിൽ നാഗകൾ ആവശ്യമുന്നയിക്കുന്ന പ്രദേശവുമായി ചേർന്നു കിടക്കുന്നതാണ്. ഇതിനാൽ തന്നെ നാഗകളുമായുള്ള ഏറ്റുമുട്ടലിലാണ് 90കളിൽ കുക്കികൾ ആയുധമെടുക്കുന്നത്. മണിപ്പൂർ രാജവംശവും കേന്ദ്ര സർക്കാരും തമ്മിൽ 1949-ൽ ഒപ്പുവെച്ച ലയന കരാറിൽ തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്നാണ് കുക്കികൾ ആരോപിക്കുന്നത്. വംശീയ സംഘർഷങ്ങൾ കലുഷിതമാക്കിയ മണിപ്പൂരിൽ സമാധാനം കടന്നു വരുന്നത് 2008ഓടെയാണ്. കുക്കി തീവ്രവാദ ഗ്രൂപ്പുകളും ഇന്ത്യൻ സർക്കാരും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ 2008-ൽ ഒപ്പുവെച്ചു. അതിനെ SOO എഗ്രിമെന്റ് അഥവാ സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എന്നാണ് വിളിക്കുന്നത്. മണിപ്പൂരിലെ മെയ്തി കുക്കി സമുദായങ്ങൾക്ക് അവരുടേതായ സമ്പന്നമായ സാംസ്കാരിക പൈതൃകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇരുവിഭാഗങ്ങളും സഹകരണത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്.
എന്നാൽ സമീപകാല സർക്കാർ ഇടപെടലുകൾ മണിപ്പൂരിനെ വീണ്ടും അശാന്തമാക്കി. BJP സർക്കാർ മണിപ്പൂരിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ആരംഭിച്ച നടപടികളും കറുപ്പ് കൃഷി നിർമ്മാർജ്ജന ക്യാമ്പയിനും മാർച്ച് മാസത്തിൽ SOO കരാർ പിൻവലിച്ചതുമെല്ലാം തങ്ങൾക്കെതിരെയുള്ള വംശീയ അതിക്രമമായാണ് കുക്കികൾ കരുതുന്നത്. മണിപ്പൂരിന്റെ 90% മേഖലകളും കുന്നിൻ പ്രദേശങ്ങളാണ്. 10% സമതല ഭൂമിയും. സംസ്ഥാന ജനസംഖ്യയുടെ 53% മേദികളും ബാക്കി 47% കുക്കി, നാഗ, സോമി വിഭാഗത്തിൽപ്പെട്ടവരാണ്. മേദികൾ ഭൂരിപക്ഷവും ഹിന്ദുക്കളും ബാക്കിയുള്ളവർ മുസ്ലിമുകളും ക്രിസ്ത്യാനികളുമാണ്. എന്നാൽ ഗോത്രവർഗ ആദിവാസി വിഭാഗങ്ങൾ മുഴുവനും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. കുക്കികൾ ഉൾപ്പെടുന്ന ആദിവാസി ഗോത്രങ്ങൾ ST വിഭാഗത്തിലാണെങ്കിൽ മേതി വിഭാഗം OBC വിഭാഗത്തിലാണ്. 53% വരുന്ന മേദികളും അധിവസിക്കുന്നത് 10% വരുന്ന താഴ്വരയിലെ സമതല ഭൂമിയിലാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 371C വ്യവസ്ഥകൾ പ്രകാരം കുന്നിൻ പ്രദേശങ്ങളിൽ ആദിവാസികളല്ലാത്തവർക്ക് ഭൂമി വാങ്ങാൻ അനുവാദമില്ല. സമതല പ്രദേശങ്ങളിൽ മേദികൾക്ക് പുറമെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരും വസിക്കുന്നുണ്ട്. സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്ന തരത്തിൽ 60 MLA-മാരിൽ 40 പേരും മേത്തി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള മേത്തികൾ ഭരണ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ മുന്നിൽ നിൽക്കുമ്പോൾ ഗോത്രവർഗക്കാർ തങ്ങളുടെ കൃഷിയും മറ്റ് സ്വകാര്യ ജീവിതമായി മലമുകളിൽ കഴിയുന്നവരാണ്. കുക്കി ഗോത്രവർഗക്കാരാണ് കറുപ്പ് പ്രധാനമായി കൃഷി ചെയ്യുന്നത്. എന്നാൽ അവർക്ക് പണം നൽകുന്നതാകട്ടെ ചില മേത്തികളും. കാശ് കിട്ടുന്നതും ഇവർക്കാണ്. കുക്കികളെ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ മേത്തികൾ ചെയ്യുന്നത്. കറുപ്പിന്റെ കായ ഇവർ ഭക്ഷിക്കാനും ഉപയോഗിക്കാറുണ്ട്. അതുകൂടെ കൊണ്ടാണ് കുക്കികൾ കറുപ്പ് കൃഷി ചെയ്യുന്നത്. എന്നാൽ ഇതും പറഞ്ഞാണ് അവരെ ബിരേൻ സിംഗ് താഴ്ത്തിക്കെട്ടുന്നത്. തീവ്രവാദികൾ മലനിരകളിൽ അശാന്തി പരത്തുന്നുവെന്ന കാരണം പറഞ്ഞായിരുന്നു SOO സർക്കാർ പിൻവലിക്കുന്നത്. ഭരണകൂടം തങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്നുവെന്ന ആശങ്ക കുക്കികളെ പൊതിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മേത്തികൾ അവരെ ഷെഡ്യൂൾ ട്രൈബായി പരിഗണിക്കണമെന്ന ആവശ്യമുയർത്തി പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഇത് കുക്കികളെ കൂടുതൽ ഭയപ്പെടുത്തി. ചുരാൻചന്ദ്പൂരിൽ ഓൾ ഇന്ത്യ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ മെയ് 3 സംഘടിപ്പിച്ച ഗോത്ര ഐക്യദാർഢ്യ മാർച്ചാണ് ഇപ്പോൾ ആളിക്കത്തുന്ന മേത്തി കുക്കി വംശീയ കലാപത്തിന് തുടക്കം. ആ മാർച്ച് തന്നെ ദുരൂഹമാണ്. BBC അടക്കമുള്ള അന്തർദേശീയ ചാനലുകൾ ആ വാർത്ത കവർ ചെയ്യാൻ എത്തിയത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. മേത്തി വിഭാഗത്തിന് പട്ടികജാതി വർഗ പദവി നൽകുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവാണ് സംഘർഷത്തിന് കാരണം. പിന്നോക്ക വിഭാഗങ്ങളായ തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായത് ഭരണഘടനാനുച്ഛേദം 370C പ്രകാരമുള്ള ചില അവകാശങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നും അങ്ങനെ ലഭിച്ച സംവരണത്തിലൂടെയാണ് സർക്കാർ ജോലികൾ നേടാനായതെന്നും കുക്കികൾ കരുതുന്നു. എന്നാൽ മേത്തികൾക്ക് ആദിവാസി പദവി നൽകുന്നതോടെ തങ്ങൾ പുറന്തള്ളപ്പെട്ടു പോകുമെന്നാണ് അവർ ഭയക്കുന്നത്. വനനിയമം പാസാക്കിയതും ഇതിന്റെ പേരിൽ ആദിവാസികളെ പലയിടങ്ങളിൽ നിന്നായി സർക്കാർ കുടിയൊഴിപ്പിച്ചതുമെല്ലാം പ്രശ്നം ഗുരുതരമാക്കി. എന്നാൽ കേവലം തൊഴിലുകൾക്കോ മറ്റാനുകൂല്യങ്ങൾക്കോ വേണ്ടിയല്ല തദ്ദേശീയ സമൂഹം എന്ന തങ്ങളുടെ പദവി നഷ്ടപ്പെടാതിരിക്കാനാണ് ST പദവി നേടുന്നതെന്നും മേതി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തങ്ങളുടെ ഭൂമി, സംസ്കാരം, വ്യക്തിത്വം എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും തങ്ങളുടെ സ്വത്വവും പൂർവിക ഭൂമിയും നിരന്തരമായ ഭീഷണിയിലാണെന്നും മേതി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. മേതി വിഭാഗത്തിന് നിയമസഭയിൽ മേധാവിത്വം ഉള്ളതിനാൽ തന്നെ കുക്കികളുടെ താല്പര്യങ്ങൾക്കെതിരായ നിയമനിർമ്മാണങ്ങൾ തടയാൻ കഴിയാറില്ലെന്നതും വനസംരക്ഷണ നിയമം വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തങ്ങളെ ഉപദ്രവിക്കാനായി ഉപയോഗിക്കുന്നുവെന്നാണ് കുക്കികൾ പറയുന്നത്. മേതി വിഭാഗത്തിന്റെ ആവശ്യവും കുക്കികളുടെ ആശങ്കയും സംഘർഷഭരിതമാക്കിയ സാഹചര്യത്തിലാണ് ആരംഭായ് തെങ്കോൾ, മെയ്തി, ലിപ്പൂൺ എന്നീ സായുധ സംഘടനകൾ കുക്കികളെ കൂട്ടക്കൊല ചെയ്തുവെന്ന ആരോപണം ഉയരുന്നത്. മേതി ഭൂരിപക്ഷമായ സംസ്ഥാന ഭരണകൂടവും ഈ കൂട്ടക്കൊലയിൽ സംശയത്തിന്റെ നിഴലിലായി. ഇതോടെ മേതികളോട് പ്രതികാരം ചെയ്യാൻ കുക്കികളും ആയുധം കയ്യിലെടുത്തു. അവർ വീടുകളും സ്ഥാപനങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും അഗ്നിക്കിരയാക്കി.
ആംഗ്ലോ കുക്കി യുദ്ധസ്മാരകത്തിന്റെ ഗേറ്റ് കൂടെ തകർക്കപ്പെട്ടതോടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് തിരിഞ്ഞു. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ സംഘർഷങ്ങൾക്കാണ് മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. സൈന്യത്തിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ടു. സംസ്ഥാനത്തെ 11 ജില്ലകളും ഇപ്പോഴും കലാപമുക്തമല്ല. എവിടെയും ഭീതിയാണ്. ആയിരക്കണക്കിന് പട്ടാളക്കാരെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചുരാൻചന്ദ്പൂർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് അവിടെ 2 മാസത്തേക്ക് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കലാപത്തിന്റെ തുടക്കത്തിൽ BJP സർക്കാർ മേദികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഭൂരിപക്ഷ മേദികളുടെ വോട്ട് ലക്ഷ്യമാക്കിയായിരുന്നു ഈ ഇടപെടൽ. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ചെയ്തത്. 7 മാസത്തോളമായിട്ടും അനുരഞ്ജനം നടന്നിട്ടില്ല. പരസ്പരം അടുക്കാത്ത രീതിയിൽ 2 ശത്രു രാജ്യങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് മണിപ്പൂർ. കുക്കികൾ താമസിക്കുന്ന മലയോര മേഖലകളിൽ മെയ്തികളില്ല. ഇംഫാലിൽ മെയ്തി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇപ്പോൾ കുക്കികളുടെ ഒരടയാളം പോലുമില്ല. അവർക്ക് അവിടേക്ക് വരാനും കഴിയില്ല. ചോര ചീന്തി 2 കൂട്ടരും ഏറ്റുമുട്ടൽ നടത്തുന്നതിനിടയിൽ ജാഗ്രതയോടെ വിഷയം കൈകാര്യം ചെയ്യാതിരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ബിരേൻ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടണം. BJP താൽക്കാലിക നേട്ടത്തിനായി ജാതി രാഷ്ട്രീയവും വംശീയ രാഷ്ട്രീയവും കളിക്കരുത്. കുക്കികളും ഇന്ത്യൻ ജനതയാണ്. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാത്തത് നമ്മുടെ പരാജയമാണ്. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് കോൺഗ്രസ് ആണെന്ന് എടുത്തു പറയേണ്ടി വരും. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കുക്കികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. മലയോര മേഖലയിൽ തന്നെ അവരെ അധിവസിപ്പിക്കുകയാണ് ചെയ്തത്. ആരംഭായ് തെങ്കോൾ, മെയ്തേയ് ലിബുൺ എന്നീ സായുധ സംഘടനകൾ മണിപ്പൂരിനെ വിഭജിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം. അവരെ പ്രതിരോധിക്കാൻ അവിടെയുള്ള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മേതേയ് വിഭാഗത്തിന് പട്ടികജാതി വർഗ പദവി നൽകുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പേ തന്നെ മണിപ്പൂരിനെ 2 ചേരിയാക്കി അവർ തിരിച്ചിരുന്നു. രണ്ട് യുവതികളെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും നഗ്നരാക്കി നടത്തുകയും പിന്നീട് അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയതുമായുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് മണിപ്പൂർ കലാപം അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. കലാപത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പരസ്യ പ്രതികരണം നടത്തിയതും ഇതോടെയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തോട് മുന്നോടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിലെ ദൃശ്യങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നതായിരുന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നിരീക്ഷണം. വിഷയവുമായി ബന്ധപ്പെട്ട സ്വമേധയാ കേസ് എടുത്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന്റെ രൂക്ഷ വിമർശനം നടത്തിയത്. പ്രചരിച്ച ദൃശ്യങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്ന പരോക്ഷ വിമർശനവും ചീഫ് ജസ്റ്റിസ് നൽകിയിരുന്നു. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ മാന്യമായി സംസ്കരിക്കാൻ മണിപ്പൂർ സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. റിട്ടയർഡ് ജസ്റ്റിസ് ഗീതാ മിത്തലിന്റെ നേതൃത്വത്തിൽ മുൻ ഹൈക്കോടതി ജഡ്ജിമാരുടെ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിക്കുന്നതിനിടെ മൃതദേഹങ്ങൾ അനിശ്ചിതകാലത്തേക്ക് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത് ഉചിതമല്ലെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. അതുപോലെ തന്നെ മണിപ്പൂർ കലാപത്തിൽ നശിപ്പിക്കപ്പെട്ട ആരാധനാലയങ്ങൾ പുനർനിർമ്മിച്ച് നൽകാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ ആരാധനയ്ക്കുള്ള സാഹചര്യം ഒരുക്കാൻ എന്തൊക്കെ നടപടികൾ ഇതുവരെ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കാൻ മണിപ്പൂർ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനാവശ്യമായ മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മിറ്റിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്നാൽ മണിപ്പൂരിലെ ആക്രമണങ്ങളുടെ യഥാർത്ഥ ചിത്രം സമ്പൂർണമായും പുറത്തു വന്നിട്ടില്ല. ഇന്റർനെറ്റ് നിരോധിച്ചത് മൂലം കലാപം കുറയ്ക്കാൻ സാധിച്ചു എന്നത് തികച്ചും തെറ്റായ വാർത്തയാണ്. കലാപത്തിന്റെ തുടക്കത്തിൽ തന്നെ സർക്കാർ ശക്തമായി ഇടപെട്ടുവരുന്നുവെങ്കിൽ കലാപം ഇത്രയധികം രൂക്ഷമായ നിലയിലേക്ക് പോകുമായിരുന്നില്ല. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ പ്രസ്താവനകൾ പലപ്പോഴും സംഘർഷങ്ങൾക്ക് ഊർജം പകർന്നിരുന്നു. തുടക്കത്തിൽ പോലീസിനെ മാത്രം നിയോഗിച്ച് ആക്രമണങ്ങൾ തടയാൻ ശ്രമിച്ചതും വലിയ പരാജയമായി. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കാനോ അവിടെ സന്ദർശിക്കാനോ തയ്യാറായിട്ടില്ല.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂർ സന്ദർശിച്ചെങ്കിലും പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും കലാപം അടിച്ചൊതുക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു മതപരമായി പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതും തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ മണിപ്പൂർ കലാപം എന്നത് വംശീയ കലാപമാണ്. കലാപത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമം നടത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും ഇല്ലായ്മ ചെയ്തുകൊണ്ടല്ല രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പഠിക്കേണ്ട പാഠമാണ്. ഇത് താൽക്കാലികമായി നേട്ടം ഉണ്ടാക്കുമെങ്കിലും ആത്യന്തികമായി രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള വലിയ ആയുധമായി മാറും. അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സിഖ് തീവ്രവാദികളുടെ കാര്യത്തിലാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇത്തരം കലാപങ്ങളെ ആയുധമാക്കരുത്. അന്തർദേശീയ മാധ്യമങ്ങൾ പോലും മണിപ്പൂർ കലാപത്തെ സൂക്ഷ്മമായാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ മണിപ്പൂർ കലാപം അടിച്ചമർത്താൻ സാധിക്കാത്തത് നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. കുക്കികളെയും മേത്തികളെയും പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കമാണ് ആവശ്യം. ഇതിനകം നിരവധി ശ്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയെങ്കിലും ചർച്ച വിജയിച്ചിട്ടില്ല. പ്രശ്ന പരിഹാരത്തിനുള്ള പ്രധാന തടസ്സം നേതൃശൂന്യത തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. ജനങ്ങളെ ജനാധിപത്യപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സമാധാനം വീണ്ടെടുക്കണം. ഇത്തരം നീക്കമാണ് ജനാധിപത്യ സമൂഹം പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള വിവേകം ഭരണകൂടം കാണിച്ചില്ലെങ്കിൽ മണിപ്പൂരിൽ തുടങ്ങിയ കലാപം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാൻ കാലതാമസം വേണ്ടിവരില്ല. ഇതിന്റെ സൂചനകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുക്കികൾ ഭൂരിപക്ഷമായി താമസിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ മേത്തികളോട് സംസ്ഥാനം വിടണമെന്ന് ചില കുക്കി സംഘടനകൾ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. കലാപം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലും സംഭവിക്കാം. മനസ്സുകളിലെങ്കിലും വർഗീയ ചേരിതിരിവുകൾ കേരളത്തിലും കൂടി വരികയാണ്.